കേരള സർക്കാർ കെ.എസ്.ആർ.ടി.സിയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതിനെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകൾ ഒന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് സുധാകരൻ തീക്കോയി. ഒന്നാമത്തെ കാര്യം, കേരള സർക്കാരിനോ കെ.എസ്.ആർ.ടി.സിക്ക് ഇത് കൊടുക്കത്തക്ക സാമ്പത്തിക ശേഷി ഇല്ല. രണ്ടുപേരും കടത്തിലാണ്. കെ.എസ്.ആർ.ടി.സി അതിൻ്റെ സ്ഥലം വരെ പലർക്കും പണയം വെച്ചിട്ടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ കേരള സംസ്ഥാനമാണെങ്കിൽ 5 ലക്ഷം കോടി കടത്തിലാണ്. രണ്ടാമത്തെ കാര്യം, ഇത് സ്ത്രീ പുരുഷ സമത്വം പാലിക്കപ്പെടുന്നില്ല. വനിതകൾക്ക് മാത്രം എന്തുകൊണ്ട് കൊടുക്കുന്നു? പുരുഷനും സ്ത്രീയും സമത്വം ആണ്, കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. മൂന്നാമത്തെ കാര്യം, ദാനം കൊടുക്കുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കാണ് കൊടുക്കേണ്ടുന്നത്. മുൻ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ ഇവിടെ അതിദരിദ്രർ ഇല്ല എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. അതിദരിദ്രരെ ഞാൻ കാണിച്ചു കൊടുക്കാം. 3000 രൂപ 2000 രൂപ കൊണ്ട് മാസം ചിലവ് കഴിയാൻ പാടുപെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഉള്ള ആനുകൂല്യം കൂട്ടി ഒരു 5000 കൊടുക്കുകയായിരുന്നു ആദ്യമായിട്ട് വേണ്ടിയിരുന്നത്. നാലാമത്തെ കാര്യം, ഈ പ്രൈവറ്റ് ബസ് ഉടമകളെല്ലാം വലിയ പണക്കാരാവണമെന്നില്ല. 1-2 ബസ് വെച്ച് ഓടിച്ചുകൊണ്ട് പോകുന്നവരാകും. സ്ത്രീകളെല്ലാം കൂടി ഇത് ഒഴിവാക്കി ആ ട്രാൻസ്പോർട്ട് ബസ് ഓടുന്ന മേഖലകളിലേക്ക് ഇടിച്ചു കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കഞ്ഞിപ്പാറ്റ വീഴും. പിന്നീട് ഒന്നുകൂടെ എനിക്ക് പറയാനുള്ളത്, ഏറ്റവും മഹനീയമായ തൊഴിൽ കൃഷിയാണ് എന്നാണ് തിരുവള്ളുവർ തൊട്ടിങ്ങോട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ലാസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന മഹാൻ മമ്മൂട്ടിയാണ്. മമ്മൂട്ടി പറഞ്ഞ് ചിലരൊക്കെ ചേറിൽ കൈവെക്കുന്നതുകൊണ്ടാണ് നമുക്ക് ചോറിൽ കൈവെക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. മനുഷ്യൻ്റെ ആദ്യത്തെ ആവശ്യം ഭക്ഷണം, അത് കഴിഞ്ഞാണ് പാർപ്പിടം പോലും വരുന്നത്. ഈ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് ലക്ഷക്കണക്കിന് അല്ലെ കോടിക്കണക്കിന് ഏത്തവാഴ കൊലകൾ തന്നെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് കൃഷി ചെയ്യാനുള്ള വെള്ളം എത്തിച്ചു കൊടുക്കാൻ പോലും 79 വർഷത്തെ ജനാധിപത്യത്തിന് കേരളത്തിൽ സാധിച്ചിട്ടില്ല. അപ്പം ആദ്യമായിട്ട് ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ട് മറ്റുള്ള സൗജന്യങ്ങൾ, കെ.എസ്.ആർ.ടി.സിയിൽ വനിതകൾക്ക് സൗജന്യം കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു.